പറയുമല്ലോ ഇപ്പം ഒരാളെ ഇപ്പം ദൈവം നിയോഗിക്കുന്നതാണ് ഓരോ കാര്യത്തിനായിട്ട്. ഇപ്പം നമുക്കറിയാം, നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ഫെയ്റ്റ് ഉണ്ട്. അപ്പം അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഈ സിനിമ കണ്ട് നടന്ന കാലത്തൊന്നും ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ക്രിക്കറ്ററായിരുന്നു. അപ്പോൾ ഞാൻ അത്യാവശ്യം സെലക്ഷൻ ഒരു മേജർ സെലക്ഷന് മുമ്പായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴത്തേക്ക്. അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴത്തേക്ക് ഈ ആക്സിഡൻറ്റ് പറ്റി ഒരു 6-7 മാസം ഞാൻ കിടപ്പിലായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ശരിക്കും ഈ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഈ സാറ്റലൈറ്റ് ചാനലിൻ്റെ ഇത് വന്നത്. അന്ന് ഏഷ്യാനെറ്റ് ആണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 4 ചാനലും കണ്ട് കിട്ടുള്ളൂ. അതായത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഒന്ന് പ്രൈം സ്പോർട്സ്, ഒന്ന് സ്റ്റാർ മൂവീസ്, സ്റ്റാർ പ്ലസ്, വേൾഡ്. അതായത് ഇന്നത് സ്റ്റാർ വേൾഡാണ്. പിന്നെ ഇന്നത്തെ ETC ആണെന്ന് തോന്നുന്നു, അന്നത്തെ ATN എന്ന് പറയുന്നൊരു മ്യൂസിക് ചാനൽ, കണ്ടിന്യൂസ് ഹിന്ദി പാട്ട് മാത്രമേ കഴിയും. ഈ 4 ചാനലുകൾ. അപ്പോൾ ഈ കിടപ്പിൽ ഈ 4 ചാനൽ മാറ്റി കാണുക എന്നുള്ളത് വെച്ച് വേറൊരു വിനോദവും എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ പക്ഷേ കൂടുതലും അപ്പോഴാണ് സിനിമകൾ കുറച്ച് കൂടുതലായിട്ട്, അതായത് കൂടുതലും ഇംഗ്ലീഷ് സിനിമകളാണ് കണ്ടിട്ടുള്ളത് ആ സമയത്ത്. അപ്പം അതിലെ വിഷ്വൽ എഫക്ട്സും ഒക്കെയുള്ള ഒരു സിനിമകളും പിന്നെ മ്യൂസിക് വീഡിയോസ് അത് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ എന്താണെന്ന് ചിന്തിച്ച് തുടങ്ങിയ സമയമാണ്. അപ്പോൾ ശരിക്കും ആ ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടന്ന ആ സമയമാണ് ഇപ്പോൾ എൻ്റെ ഈ എഡിറ്റിംഗ് ഭാഷയിൽ പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ട്രാൻസിഷൻ. അതായിരുന്നു എൻ്റെ ലൈഫിലെ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെയാണ് ചിന്തിച്ച് തുടങ്ങിയത്, വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ ക്യാമറ. ഇപ്പം ബിഹൈൻഡ് ദ ക്യാമറ ഇല്ല, അതുവരെ ആക്ടേഴ്സിനെ മാത്രം മുമ്പിൽ കണ്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ശരിക്കും പിന്നിൽ ആരൊക്കെയാണ് അതിൻ്റെ പ്രവർത്തിച്ചിരുന്നത്. പിന്നെ പെട്ടെന്നുള്ളൊരു പഠനമായിരുന്നു. ഞാൻ ആദ്യമായി ചെയ്തിരുന്ന വർക്ക് എന്ന് പറയുന്നത്, ഞാൻ വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഒരു ഫിലിം ഡം എന്ന് പറയാൻ പറ്റത്തില്ല, എന്താ പറയുക, ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വയ്ക്കുന്ന വിഷ്വൽ എഫക്ട്സ് ആർട്ടിസ്റ്റായിട്ടാണ്. അപ്പോൾ അന്ന് കമ്പോസിറ്റീവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ അന്ന് നമ്മുടെ ഇവിടെ നാട്ടിൽ അതൊന്നുമില്ല. അപ്പോൾ ഞാൻ അന്ന് ചെന്നൈയിലാണ് അത് പഠിച്ചതും അവിടെ തന്നെയാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്, പെൻഡഫോർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്ന സിനിമ എന്ന് പറയുന്നത് മുതൽവൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ആ സമയത്തായിരുന്നു ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് 1-2 ഹിന്ദി സിനിമകൾ, പിന്നെ തെലുങ്കിലെ കുറേ സിനിമകൾ വരുമായിരുന്നു. അപ്പം അവരൊക്കെയായിരുന്നു വിഷ്വൽ എഫക്ട്സിൽ അന്ന് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ മലയാളത്തിലായിട്ട് അത്രയും വന്നിട്ടില്ല. അപ്പം മലയാളത്തിൽ ആ സമയത്ത് ഈ നോൺ ലീനിയർ എഡിറ്റിംഗ് വരുന്നതേ ഉള്ളൂ. അപ്പം അവിടെ ഒരു അടി നടപ്പുണ്ട്. അതായത് ഇത് സിങ്ക് ഔട്ട് ആയിപ്പോൾ 24 ഫ്രെയിംസിൽ പോകത്തില്ല, ഇത് നോൺ സിങ്ക് വരും വലിയ. അത് എസ്പെഷ്യലി അതെപ്പോഴും ഒരു പുതിയ ടെക്നിക്കൽ സൈഡ് വരുമ്പോഴത്തേക്ക് അതിനൊരു ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അപ്പം അത് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇത് വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ആ ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നൊരു കാര്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ മൈൻഡോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൂടുതൽ വർക്ക് ചെയ്യുന്നൊരു ഏരിയ, അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഓരോ വ്യക്തിക്കും ഓരോന്നായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും എഡിറ്റിംഗ്. ഞാൻ അതിനകത്ത് ആനിമേഷൻ ഫിലിംസും ഈ ഷോർട്സും ഒക്കെ ചെറുതായിട്ടുള്ള എഡിറ്റിംഗ് ഉണ്ട്, ചെറിയ സാധനം. അപ്പോൾ അങ്ങനെ ആ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണെന്നും ഈ നോൺ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഫോർ സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളൊരു ഇതാണെന്നും ഒക്കെ അറിഞ്ഞ് അതിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും എഡിറ്റിങ്ങിലെ സ്നേഹിക്കാൻ തുടങ്ങിയത് ആ സമയത്ത്. പിന്നെ ഞാൻ ശരിക്കും എനിക്ക് മനസ്സിലായി, ഓക്കെ, ഹൂ ആൻ എഡിറ്റർ ഇസ്. ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും എഡിറ്ററിന് ചെയ്യാൻ പറ്റുന്നത്, എഡിറ്ററിന് എന്താണ് എഡിറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള കാര്യങ്ങൾ അന്നാണ് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത്. അതിലേക്ക് അതിൻ്റെ പാഷൻ പെട്ടെന്നായിരുന്നു. അത് ആക്ച്വലി അത് ഉള്ളിൽ കിടന്നിരുന്നു. അത് പുറത്ത് വരാൻ ദർസ് എ ടൈം. ഇപ്പം നമ്മൾ ഈ ശ്രീനിവാസൻ സാർ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ആ ടൈമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അത് പുറത്ത് കൃത്യമായിട്ട് വരികയും അതിലേക്ക് ഞാൻ എൻ്റെ ശ്രദ്ധ ഫുള്ളി തിരിച്ചു വിടുകയും ഞാൻ അതിൻ്റെ പാഷനിൽ ഞാൻ ഫോളോ ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്. KSFDCയിൽ നോൺ ലീനിയർ സിസ്റ്റംസ് കൊണ്ടുവച്ചു, അവിടെ എഡിറ്ററാവുന്നു. അപ്പോൾ കുറച്ച് ടെലിവിഷൻ പ്രോഗ്രാംസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഇടയ്ക്ക് എനിക്ക് സുരേഷ് കുമാറും നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് കുമാറും ഡയറക്ടർ ശ്രീ TK രാജീവ് കുമാറും കൂടെ ചേർന്നൊരു ഫിലിം എഡിറ്റിംഗ് കൺസോൾ എടുത്തായിരുന്നു, ഫിലിം കമ്പോസർ എന്ന് പറയുന്നത് 2000-ലാണ്. അപ്പോൾ ആ സമയത്ത് അപ്പോഴാണ് ഞാൻ വീണ്ടും പറയുന്നത് ഈ നോൺ ലീനിയർ അടി നടക്കുന്ന സമയം. അപ്പം അന്നത്തെ മേജർ എഡിറ്റേഴ്സിന് അവർക്കിതിൻ്റെ ഒരു ഇതറിയില്ല. അപ്പം അവർക്ക് വേണ്ടി എനിക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു കുറേ കാലം. അപ്പോൾ അവർക്കിത് സോഫ്റ്റ്വെയർ പറഞ്ഞു കൊടുക്കുക. അപ്പം അതിലെനിക്ക് ശരിക്കും എനിക്കത് ഓപ്പൺ ചെയ്തത് രാജീവ് കുമാറാണ്, TK രാജീവ് കുമാർ. അപ്പം അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇവിടെ ഇപ്പം ഈ ടെലിവിഷൻ്റെ കാര്യങ്ങൾ ചെയ്യണോ അതോ എങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, രാജീവേട്ടാ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, അപ്പോൾ എനിക്ക് ഫിലിംസിലോട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഹീ ഓപ്പൺ ദ ഡോർ ഫോർ മീ. അതാണ് ആ ഡോർസ് ഓപ്പൺ ചെയ്ത് തന്നത് ശ്രീ TK രാജീവ് കുമാർ. അങ്ങനെ പഴയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിലിം എഡിറ്റേഴ്സിൻ്റെ കൂടെ
ഞാൻ അവർക്ക് വേണ്ടി. അപ്പോൾ അവർ പറയും ഇപ്പം ഞാൻ വർക്ക് ചെയ്യും അങ്ങനെയാണ്. പക്ഷേ അതിൽ എൻ്റെ കാഴ്ചപ്പാടിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അതെനിക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവർക്കിത് ഒരു കാര്യം ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ 1000 ടൈംസ് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു എക്സ്പീരിയൻസും ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് എഡിറ്റിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ അവിടുന്ന് നേരെ ഞാൻ ചെന്ന് എൻഡ് ചെയ്തിരിക്കുന്നത് പ്രിയൻ സാറിൻ്റെ അടുത്താണ്. അപ്പോൾ പ്രിയൻ സാർ ഫസ്റ്റ് ടൈം നോൺ ലീനിയറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് വെട്ടം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പോയി ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന പുള്ളിയുടെ. പിന്നെ ടിൽ 2010 പുള്ളിയുടെ പടങ്ങളാണ് കൂടുതൽ ഞാൻ എഡിറ്റ് ചെയ്തത്.